നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ CPM MLA മാർ വീണ്ടും മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ യോഗ്യരായ വേറെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. ജില്ലയിലെ പല MLA മാരും 2 ടേം എന്ന അവരുടെ പരിധി കഴിഞ്ഞവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയതായി ആളുകളെ കൊണ്ടുവന്നുകൂടെ എന്നുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചോദ്യത്തിനാണ് അതിന് അർഹരായ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് MV ഗോവിന്ദൻ മറുപടി നൽകിയത്. ഇത് തിരുവനന്തപുരം ജില്ല പോലെ ഒരു കാലത്ത് CPM-ൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു ജില്ലയിൽ വലിയ തോതിലുള്ള തിരിച്ചടി പാർട്ടി നേരിടുന്നു, അല്ലെങ്കിൽ നേതൃദാരിദ്ര്യം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന V. ജോയ് വീണ്ടും വർക്കലയിൽ ഇക്കുറി മത്സരിക്കുകയാണ്. V. ജോയ് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല A. റഹീം MP-ക്ക് നൽകിയിരിക്കുകയാണ്. നേരത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ഇത്തരത്തിൽ താൽക്കാലിക ചുമതല നൽകിയതിന് ശേഷമാണ് ജോയ് മത്സരിക്കാൻ പോയത്. എന്തുകൊണ്ടാണ് ജോയ് 3-ാം തവണ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അതുപോലെ എന്തിനാണ് ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് താൽക്കാലിക സെക്രട്ടറി വയ്ക്കുന്നത്, സ്ഥിരമായൊരു ജില്ലാ സെക്രട്ടറി അങ്ങ് വെച്ചുകൂടെ എന്നുള്ള ചോദ്യവും പലരും ഈ യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ CPM-ൻ്റെ മറ്റൊരു പ്രമുഖ നേതാവായ, ഇപ്പോൾ ഒരുപാട് തിരിച്ചടികൾ നേരിടുന്ന കരമന ഹരി ആകട്ടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ചില പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. തിരുവനന്തപുരത്തെ വലിയൊരു മുതലാളിക്ക് കേരള മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ പ്രവേശനമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. മറ്റൊരു മുതലാളിക്കാകട്ടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വരെ പ്രവേശനമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ മുതലാളിമാർ ആരാണെന്നുള്ള കാര്യം ആരോട് ഉന്നയിച്ച കരമന ഹരി വ്യക്തമാക്കണമെന്ന് പല നേതാക്കളും യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇക്കുറിയും ഏതാണ്ട് നിലവിലെ സിറ്റിംഗ് MLA-മാർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് എന്നുള്ള അവസ്ഥ വന്നതോടെ നേരത്തെ ഈ സീറ്റുകൾ കണ്ണു നട്ടിരുന്ന പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. നിലവിലെ CPM-ൻ്റെ സിറ്റിംഗ് MLA-മാർ പലരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഇതിനായി പാർട്ടി നൽകുന്ന വിശദീകരണം. അതേസമയം മറ്റു ചില MLA-മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല മറ്റ് ജില്ലകളിൽ എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ജില്ലകൾ തോറും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അണികൾ പഴയതുപോലെയല്ല, പലരും വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനും തന്നെ കൃത്യമായ മറുപടി പലപ്പോഴും അദ്ദേഹത്തിന് പറയാൻ കഴിയാറുമില്ല. താത്വികമായ ഭാഷയിൽ മറുപടി പറഞ്ഞ് തലവൂരുന്നതാണ് ഗോവിന്ദൻ മാഷിൻ്റെ സ്ഥിരം രീതിയും. അതുപോലെ മലബാർ മേഖലയിൽ വ്യാപകമായ തോതിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ആരോപണ വിധേയരായവരെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പ്രശ്നം ഉയരുന്നുണ്ട്. പയ്യന്നൂരിൽ അവിടെ MLA ആയിരുന്ന TI മധുസൂദനെതിരെ പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന V. കുഞ്ഞികൃഷ്ണൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. എന്നിട്ടും TI മധുസൂദനെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യവും ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. മലബാർ മേഖലയിൽ നിന്നുള്ള പല പ്രമുഖരായ നേതാക്കളും സ്പീക്കർ N. ഷംസീറിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ KK ശൈലജയ്ക്ക് മട്ടന്നൂർ നിഷേധിച്ചിട്ട് പകരം ജയിക്കാൻ സാധ്യതയില്ലാത്ത പേരാവൂർ നൽകുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ പാർട്ടിക്കുള്ളിൽ എതിർ ശബ്ദങ്ങൾ ഉയരാത്തൊരവസ്ഥ ഇപ്പോഴവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുമ്പൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു, അത് ആരാണെങ്കിലും എന്താണെങ്കിലും അത് മറ്റുള്ളവർ അനുസരിക്കുക എന്നുള്ളതായിരുന്നു രീതി. പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ നിരന്തരമായി ഉയരുന്ന ഈ വിമത ശബ്ദങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാൻ പാടില്ലാതെ കുഴങ്ങുകയാണ് CPM. ആലപ്പുഴ പ്രമുഖ നേതാവ് G. സുധാകരനെ അനുനയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പല പ്രമുഖരായ നേതാക്കളും പാർട്ടി വിട്ട് BJP-യിലും ഒക്കെ പോയി ചേരുക, പാർട്ടിയുടെ വക്താക്കളായ ചാനലുകളിൽ ചർച്ചയ്ക്കെത്തിയവർ ഇപ്പോൾ BJP-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UDF ഘടകകക്ഷികളോ പോയി ചേരുക തുടങ്ങിയിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റികളിൽ മറുപടി പറയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകുക എന്നുള്ളത് ഇപ്പോൾ അവരുടെ രീതിയല്ല. ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന മുതിർന്ന CPM-ൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ എങ്ങനെയും 3-ാം പിണറായി ഭരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നതല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. പല നേതാക്കന്മാരുടെ അവിടെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരിൽ ഉയർന്നു വന്നിരുന്ന അഴിമതി ആരോപണങ്ങളും അതുപോലെ ഒരുപാട് സ്വജനപക്ഷപാതങ്ങളും ഒക്കെ ഒരുപാട് വരുമ്പോൾ അതിനൊന്നും തന്നെ മറുപടി പറയാതെ നിങ്ങളെല്ലാവരും പാർട്ടിയെ ജയിപ്പിക്കാൻ മാത്രം ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മാത്രമല്ല, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതും CPM-ൽ നേരത്തെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. CPM-ലെ കേരളത്തിലെ പോൾ ബ്യൂറോ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നു. അതുപോലെ A. വിജയരാഘവൻ്റെ ഭാര്യ ഡോക്ടർ ബിന്ദു മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതുപോലെ തളിപ്പറമ്പിൽ നിന്ന് PK ശ്യാമള MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ നേതാക്കന്മാർ പണ്ടത്തെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തിരുന്ന അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് എന്ന് പലരും
ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പരാതി പറയുന്നുണ്ട്. പക്ഷേ അവയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും വിജയം ഉറപ്പില്ല എങ്കിൽ പോലും മാന്യമായ തോതിലുള്ളൊരു പരാജയമെങ്കിലും വേണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ യോഗ്യതയുള്ള നേതാക്കളില്ല എന്നുള്ള MV ഗോവിന്ദൻ്റെ പരാമർശവും ചില മുതലാളിമാർക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അടുക്കളയിലും സ്വീകരണ മുറിയിലുമൊക്കെ പ്രവേശനം നിരന്തരമായി അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള ആരോപണവും ഉയരുന്നത്.